ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മുടെ കൃഷ്ണനെ ഒരു സുന്ദരനാക്കി എടുക്കാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണനെ നല്ല രീതിയിൽ ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. വിഷുക്കാലം ആകുമ്പോഴാണ് ഈ കൃഷ്ണനെയൊക്കെ നമ്മൾ ഓർക്കാറ്, പുതിയതായിട്ടുള്ള കൃഷ്ണനെ വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ടല്ലോ. ഇനി പഴയ കൃഷ്ണനെയൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ലുക്ക് നമുക്ക് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള കൃഷ്ണൻ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഇങ്ങനെ വൈറ്റ് കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊന്ന് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചല്ല കേട്ടോ നമ്മുടെ ചാനലിൽ. പിന്നെ വിചാരിച്ചു എന്തായാലും ഇടാം, എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ വീഡിയോ. അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. നമ്മുടെ കൃഷ്ണനെ മൊത്തമായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഗോൾഡൻ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിങ്ങനെ ഗോൾഡൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അടിഭാഗങ്ങളെല്ലാം വൈറ്റ് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗോൾഡൻ കളർ കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു വർഷം നമുക്ക് വിഷു ആഘോഷം ഒന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർഷം വിഷു ആഘോഷങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ കൃഷ്ണനെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അടിവശം മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഗോൾഡ് കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് കൂടി അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഗോൾഡൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൃഷ്ണൻ നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് ഗോൾഡ് കളർ കൊടുത്തിട്ടുള്ള ആ ഭാഗങ്ങൾ, ഡ്രസ്സിൻ്റെ കര, അതുപോലെ തന്നെ ഗോൾഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് ഒന്ന് ഗോൾഡ് കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ഭാഗങ്ങളെ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഗോൾഡ് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതിൻ്റെ പൊട്ട്, കണ്ണ്, ആ ഒരു ഭാഗങ്ങളൊക്കെ ഇതുപോലെ മാർക്കർ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ബ്രൗൺ കളർ എടുത്തിട്ട് ആ ഗോൾഡ് കളർ വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആ ഒരു സമയത്ത് തന്നെ ഗോൾഡൻ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെറ്റാലിക് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ആ ഒരു മെറ്റാലിക് പൗഡർ കൂടി അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും, പിന്നെ പോവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ ഗോൾഡ് ഭാഗം വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാലമായിട്ട് നമ്മുടെ കൂടെ ഈ കൃഷ്ണനുണ്ട് കേട്ടോ. അപ്പം കുറേ ആയിട്ട് ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഈ ഒരു വിഷു സമയമായതുകൊണ്ട് നമുക്ക് വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ കൃഷ്ണൻ്റെ ആ ഒരു ഗോൾഡ് വരുന്ന ഭാഗങ്ങളെല്ലാം ടച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫേസിലെല്ലാം, ശരീരഭാഗങ്ങളിലും ഫേസിലെല്ലാം നമുക്ക് ഇതുപോലെ സിൽവർ കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ ഒരു ഗോൾഡ് കളർ ഞാൻ ഇതിലിങ്ങനെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.